നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ തല തകർത്തേ ഇനി മടങ്ങൂ. അടവുകളും ചുവടുകളും മാറ്റിപ്പിടിച്ചു ഹമാസ്. ഇറാന്റെ കുബൂത്തിയിൽ തെളിഞ്ഞ പ്ലാൻ പ്രകാരം മുന്നോട്ട് ഹമാസ് തലവന്മാർ. ഹമാസിന്റെ ഭാഗത്ത് വലിയ ആൾനാശവും ആയുധബലവും കുറഞ്ഞു നിൽക്കുകയാണ്. ഇതോടെ ഇവരുടെ കൂട്ടത്തിലേക്ക് ഹിസ്ബുള്ളകളെ ഇറക്കിയെന്ന സൂചനകൾ പുറത്തുവരുന്നു. ടണലുകൾ വഴി ഗാസയിലേക്ക് നുഴഞ്ഞുകയറിയിരിക്കുകയാണ് കൊടും ഭീകരരായ ഹിസ്ബുള്ളകൾ. ഹമാസിനേക്കാൾ പൈശാചികമായി യുദ്ധം ചെയ്യുന്നവരാണ് ലെബനിലെ ഹിസ്ബുള്ളകൾ. തലകളും താവളങ്ങളും തകർന്നു നിൽക്കുന്ന ഹമാസിനെ യുദ്ധഭൂമിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇറാൻ ഇറക്കുന്ന കളിയാണിത്. ഇസ്രായേലുമായി ദീർഘമായ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കി ഹമാസ്. മാസങ്ങൾ നീളുന്ന പോരാട്ടത്തിനായി 35,000 പോരാളികൾ സജ്ജമാണെന്ന് ഹമാസ് മുൻ തലവനും മുതിർന്ന നേതാവുമായ ഖാലിദ് മിഷൽ അറിയിച്ചു. ദിവസം തോറും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇസ്താംബുളിൽ നടന്ന സന്ദർശനത്തിനിടെ തുർക്കി മാധ്യമമായ എനി സഫാക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഖാലിദ് മിഷൽ ഹമാസിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ദിവസവും മുതിർന്ന ഇസ്രായേൽ സൈനികരാണ് മരിച്ചു വീഴുന്നത്. അവർക്ക് ഹമാസിനെ ഇല്ലാതാക്കാനാകില്ല എന്ന് മാത്രമല്ല, അവരുടെ ബന്ദികളെ രക്ഷിക്കാനുമാകില്ല. ഫലസ്തീനികളെ ഈജിപ്തിലേക്ക് അയക്കുവാനുള്ള പദ്ധതിയും വിജയിക്കില്ല, മിഷൽ വ്യക്തമാക്കി. വെള്ളക്കൊടി വീശി കീഴടങ്ങാൻ ഇസ്രായേലിന് പോരാളികളെ കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിൽ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേരെ തിരിച്ചാണ് ഗാസയിലെ സാഹചര്യം. ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിലും ആദ്യത്തെ ദിവസം പോലെയാണ് ഖസാം പോരാളികൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹമാസ് നേതാവ് വെളിപ്പെടുത്തി. ഹമാസിനെ ഇല്ലാതാക്കാനുള്ള സഹായങ്ങൾ ഇസ്രായേലിന് നൽകുകയായിരുന്നു US. എന്നാൽ അതിന്റെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണവർ. ഗസയിലെ സിവിലിയന്മാരുടെ മരണം നിരന്തരം അന്താരാഷ്ട്ര തലത്തിൽ പരാമർശിക്കപ്പെടുന്നു. ഈ സാഹചര്യം USനെ ആശങ്കപ്പെടുത്തുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. വോട്ട് നഷ്ടപ്പെടുമെന്ന ഭീതിയുമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് മോശം പ്രതിച്ഛായയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പതുക്കെ പിൻവാങ്ങാനാണ് ഇപ്പോൾ US പ്രസിഡന്റ് ബൈഡൻ നീക്കം നടത്തുന്നതെന്നും ഖാലിദ് മിഷൽ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദിനെ ഭയന്ന് ഹമാസ് ഉദ്യോഗസ്ഥർ ഖത്തർ വിട്ടതായി റിപ്പോർട്ട്. സെൽഫോണുകൾ ഉപേക്ഷിച്ചാണ് പലരും രക്ഷപ്പെട്ടിരിക്കുന്നത്. ഖത്തറിൽ ഒരിടത്തും തങ്ങൾ സുരക്ഷിതരായിരിക്കില്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഖത്തറിൽ താമസിച്ചിരുന്ന നേതാക്കൾ രാജ്യം വിട്ടത്. സെൽഫോണുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയങ്ങൾ വിച്ഛേദിച്ച് നിരവധി ഹമാസ് നേതാക്കൾ അടുത്തിടെ ഖത്തർ വിട്ടിരുന്നു. ഒരു ദശാബ്ദത്തിലേറെയായി ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് നേതാക്കളിൽ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ, മൂസ അബ് മർസൂഖ്, ഖാലിദ് മഷാൽ എന്നിവരും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഗാസയിലെ മിക്ക പാലസ്തീനികളും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും ഇവർ ഗൾഫ് രാഷ്ട്രത്തിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മൊസാദിനെ ഭയന്ന് അൾജീരിയ, ലെബനൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നേതാക്കൾ പോയത്. ലെബനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവ് സലേഹ് അൽ അരൂരിയും തുർക്കിയിലേക്ക് മാറി. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളാണ് അൽ അരൂരി സ്ഥിതി ചെയ്യുന്നത്. അവിടെ സലേഹ് 2 ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുകയും ഹമാസിന്റെ ലെബനൻ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട് പറയുന്നു. ഖത്തറിലും തുർക്കിയിലും എവിടെയായാലും ഹമാസിന്റെ നേതാക്കളെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി മേധാവി റോണർ ബാർ ഡിസംബർ 3 പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രയാണം. സാലിഹ് അൽ അരൂരി അടക്കമുള്ള നേതാക്കൾക്ക് രക്തസാക്ഷിയായി മരിക്കുവാൻ ഭയം വന്നിട്ടുണ്ടെന്നാണ് സൂചന. ഇതിനിടെ ഗാസയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടയിൽ ആക്രമണം മയപ്പെടുത്താനായി ഇസ്രായേലിനുമേൽ US സമ്മർദ്ദം ശക്തമാക്കി. വടക്കൻ ഗാസയിലെ ഷജയ അടക്കം 5 പട്ടണങ്ങളിലും സെൻട്രൽ ഗാസയിലെ മഗാസിയിലും തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുമാണ് നേർക്കുനേർ യുദ്ധം തുടരുന്നത്. ഖാൻ യൂനിസിലെയും റഫേലെയും ആശുപത്രികളിലെത്തുന്ന മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വർദ്ധിച്ചു. റഫേൽ വീടുകളിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് 4 പേർ കൂടി കൊല്ലപ്പെട്ടു. റഫയുടെ കിഴക്ക് ഈജിപ്റ്റ് അതിർത്തിയോട് ചേർന്ന സ്ഥലങ്ങളിൽ ഇസ്രായേൽ കനത്ത ഷെല്ലാക്രമണവും നടത്തി. ഖാൻ യൂനിസിൽ അൽ ജസീറ TVയുടെ 2 മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ദിവസങ്ങളായി കനത്ത ഏറ്റുമുട്ടൽ തുടരുന്ന ഷജയ പട്ടണത്തിൽ ഹമാസിന്റെ താവളം തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇവിടെ ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ ദിവസം 2 കേണൽമാരടക്കം 9 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത്. അതേസമയം ഗസയിൽ ഹമാസുമായുള്ള കരയുദ്ധത്തിൽ 2 സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. കരയുദ്ധം തുടങ്ങിയത് മുതൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇതോടെ 121ആയി. ജെറുസലേം സ്വദേശിയായ മാസ്റ്റർ സെർജന്റ് ജോസഫ്, അവ്നർ ഡോറൻ, രമൽ ഈഷായിൽ നിന്നുമുള്ള സെർജന്റ് മേജർ ഷാലേവ് സാൾട്ട്മാൻ എന്നിവരാണ് മരിച്ചത്. വെടിനിർത്തലിനും ദീർഘകാല സമാധാനം സ്ഥാപിക്കാനുമായി ചർച്ച നടക്കുന്നതിനിടയിൽ ഗസയിലുടനീളം ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. മധ്യ തെക്കൻ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 12 പേർ മരിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം റെയ്ഡ് തുടരുകയാണ്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇവിടേക്ക് ഇസ്രായേൽ സൈന്യ ആംബുലൻസുകൾ കടത്തിവിടുന്നില്ല.
ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ സൈന്യവും കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണങ്ങളിൽ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ മാത്രം 300-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബന്ദികളുടെ മോചനത്തിന് ഹമാസുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഡേവിഡ് ബർണി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനുമായി നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ കൂടിക്കാഴ്ച നടത്തി. 3 ബന്ദികളെ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയത് ഇസ്രായേലിൽ കനത്ത പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഖരയുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിടുകയാണ്. എങ്ങനെയും ബാക്കി ബന്ദികളെ മോചിപ്പിക്കുവാൻ ചർച്ചകൾക്ക് തയ്യാറായതിന് പിന്നിലും ഇതാണെന്ന് വിലയിരുത്തുന്നു. നന്ദി, നമസ്കാരം.